പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാടുന്ന ഭരതീകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മൾ ഇന്ന് കാണുന്ന വരം വ്യാഖ്യാന വരവാണ്. വ്യാഖ്യാന വരം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നമുക്കത് വ്യാഖ്യാനിക്കാൻ പറ്റണം. അത് വ്യാഖ്യാനിക്കാൻ പറ്റും. അത് 1 Corinthians 2:9 എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുന്നു. ഈ ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ എന്തുണ്ടെന്ന് അറിയാവാ? യേശുക്രിസ്തുവിന്റെ മനസ്സുകൊണ്ട്. 1 Corinthians 2:11 മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല.
അപ്പോൾ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈ ദൈവാത്മാവിൻ്റെ കൂടെ നമ്മുടെ ആത്മാവ് കൂടി ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് കർത്താവിനോട് യോജിക്കുന്നവൻ അവനോട് ഏകാത്മാവായി തീരുന്നില്ലേ. ഇന്ന് കുറഞ്ഞ 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. ഇപ്പം ഏകാത്മാവ് വെച്ചാൽ അപ്പം ചിന്തകൾ നേരത്തെ ചോദിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമല്ലേ കഴിയത്തുള്ളൂ. അപ്പം നമ്മുടെ ആത്മാവ് ഭാഷാപരത്തിൽ കർത്താവിൻ്റെ ആത്മാവോട് യോജിച്ച് കഴിയുമ്പോൾ എന്തു ചെയ്യും? ഞങ്ങളാകട്ടെ യേശുക്രിസ്തു മനസ്സറിയുന്നൊരു സംഭവമുണ്ട്. എഫേസ്യർ 1:18 ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിച്ച് കഴിയുമ്പോഴാണ് ഞങ്ങളാകട്ടെ യേശുക്രിസ്തു മനസ്സങ്ങളാണ്. 1 കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. അപ്പം ഈ കർത്താവുമായി സംയോജിക്കുന്ന അവനോട് ഏകാത്മാവ് തീരുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് നമ്മളിലേക്ക് ചില കാര്യങ്ങളൊക്കെ അത് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾക്ക് കർത്താവ് അറിവ് തരും. കർത്താവിൻ്റെ മനസ്സ്. അപ്പോൾ അതിന് എനിക്കിത് നല്ലവണ്ണ അനുഭവമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായിട്ട് പറയണത്. ഇപ്പം എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയില്ലേ, എൻ്റെ ക്രിസ്ത്യൻ ഫ്ലോക്ക് ആർട്സിൻ്റെ ഹോണററി ഡോക്ടറേറ്റ് കിട്ടിയേ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി ഈ മധുരയിൽ പോയിട്ട് അവിടെ വെച്ച് ഞാൻ അമ്മയാണ് ഇവിടെ വരെ എത്തിച്ചത്. അമ്മയുടെ പള്ളി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നന്ദി പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാടിപ്പെട്ടി പോയില്ലേ. അവിടെ ചെന്നപ്പോൾ നന്ദി പറയാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റിയില്ലല്ലോ. ഞാൻ ഫെയിൻ്റാകുന്ന പോലെ തളർന്നു പോയില്ലേ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ദൈവത്തിൻ്റെ മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞെന്താ, നിൻ്റെ മുമ്പിൽ ഇതിനേക്കാൾ നല്ലവണ്ണം ഞാൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് നീ ഓരോരുത്തരെ പേടിച്ചിട്ട് അതൊന്നും പറഞ്ഞില്ല. അപ്പം അതുകൊണ്ട് നീ നിന്നോട് ചെയ്ത ഡ്യൂട്ടി നിനക്ക് മരണം വരെ ഉത്തരപ്പ് കടവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം തന്നെ പള്ളി ചെന്നിട്ട് പള്ളിയുടെ ഇളം തന്നെയെന്ന് ഞാൻ തിരിച്ചു പോകുന്നില്ല. ഞാൻ അത്തോട്ട് കയറിയില്ല. അവിടം വരെ 30 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് എന്നതാണ് കൊന്തയൊക്കെ ചെല്ലി. അകത്ത് ചെല്ലിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി. ഞാൻ തിരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറ്റാൻ ഇടയാക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥന പറയാൻ തുടങ്ങി. പറയാൻ തുടങ്ങിയ പ്രാർത്ഥന ഞാൻ മറന്നു പോകാതെ പഠിച്ച് നാട്ടിൽ വന്ന് എഴുതി 10,000 കോപ്പികൾ ഇറക്കി. ആ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി 10,000 പേര് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് 6 മാസം കഴിഞ്ഞപ്പോൾ അമ്മ ഉടമ്പടി എന്ന് പറഞ്ഞത്, എഗ്രിമെൻറ്റ്. അപ്പം ഞാൻ അതോടെ പറഞ്ഞത് അത് ഉടമ്പടിയാണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ആ ഉടമ്പടി പുസ്തകം എഴുതാനൊക്കെ വെറും 60 മണിക്കൂർ കൊണ്ടാണ് എഴുതുന്നത്. 100-200 പേജുകൾ. നമ്മൾ ഈ ദൈവമേഖല എന്ന് പറയുന്നത് വല്ലാത്തൊരു മേഖലയാണ്. പക്ഷേ വെളിപ്പാട് അതുകൊണ്ട് ഞാൻ മുരിങ്ങൂർ ഒരു ലോക മലയാള കരിസ്മാറ്റിക് സമ്മേളനം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ മരിയൻ കരിസ്മാറ്റിക് എന്നാണ് പറഞ്ഞത്. കരിസ്മാറ്റിക് വെച്ചാൽ മാതാവിൻ്റെ കൂടെ വെളിപ്പെട്ടിട്ടുള്ള കരിസ്മാറ്റിക് സരണികളാണ് കൃപാസനത്തിൽ നമ്മുടെ സഭയുടെ വഴി നടത്തലിന് വേണ്ടി മനുഷ്യന് ഉപദേശമായിട്ടും അറിവായിട്ടും കൊടുക്കുന്നത്. ഇതിനെല്ലാം കൂടി വ്യാഖ്യാനപരമെന്നാണ് പറയണത്. എല്ലാം വ്യാഖ്യാനിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഈ ലോകം എന്തുമാത്രം മനുഷ്യരായി ഇപ്പോൾ നോൺ ക്രിസ്ത്യൻസ് പോലും കർത്താവിനെ അറിയണതിൻ്റെ പേര്. ആരെയും നമ്മൾ ജ്ഞാനസാരപ്പെടുത്തുകയൊന്നും ചെയ്യണില്ല. അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഗീവ് ദം ജീസസ് എന്ന് പറയുന്നത്. കർത്താവിനെ അറിയാത്ത അറിയിക്കുക. അതിനുള്ള വഴികൾ ദൈവം തരുന്നുണ്ട്, നമ്മളത് പറയുന്നുണ്ട്. അവർക്ക് എല്ലാം നല്ല അനുഭവങ്ങളുണ്ട്. അതെല്ലാം ഈ വരങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. നിങ്ങളും നല്ല വരപ്രസാദമുള്ള ജീവിതം നോക്കാൻ നമ്മൾ വരപ്രസാദം എന്ന് പറഞ്ഞതല്ല, എന്താണ് ഈ സംഭവം എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളോട് വരപ്രസാദത്തിൻ്റെ വിവിധ പ്രയോഗ തലങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഉടമ്പടിക്കാർ പ്രത്യേകിച്ച് ആത്മാവിൽ വളരാൻ ഇതെല്ലാം ഉപയോഗിക്കണം. ഓരോ ദിവസത്തെ ടോക്കുകൾ ഒരു 3-4 പ്രാവശ്യം കേട്ട് നിങ്ങൾ ആത്മീയമായി ദൈവത്തിൽ വളർന്നു വരാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിന്റെ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നലെ അവൻ്റെ ബയോമെട്രിക് കഴിഞ്ഞു. ഇനി അവന് ജസ്റ്റ് വിസ വരണം, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അതും ഭയങ്കരമായൊരു അനുഗ്രഹമായിരുന്നു. കാരണം ശരിക്കും ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു അത്. പിന്നെ എൻ്റെ വീട്ടിൽ ഒരു ആത്മീയമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ്. കുടുംബ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ 7:30 ആവും. അപ്പോൾ ബാക്കിയെല്ലാം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ലേറ്റ് ആവും, ടയേർഡാവും. എന്നാൽ ശരി, ഇനിയിപ്പോൾ നാളെ ആവാം, ജസ്റ്റ് ഒരു കുരിശ് വച്ചിട്ട് കിടക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ക്ഷീണം ഉണ്ടെങ്കിലും എന്താണെങ്കിലും പ്രാർത്ഥിച്ചിട്ടേ കിടക്കുകയുള്ളൂ. പിന്നെ ഇപ്പോൾ സാധാരണഗതിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ നടന്നില്ലെങ്കിൽ, എല്ലാ കാര്യങ്ങളും നടക്കാറൊന്നുമില്ലല്ലോ, നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര മൈഗ്രെയിൻ, തലവേദന, അങ്ങനെ ആകെ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നടന്നില്ലെങ്കിൽ ഞാൻ വിചാരിക്കും എന്തെങ്കിലും കൊണ്ടായിരിക്കും, നല്ലത് വരാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് സാരില്ല എന്ന് വിചാരിക്കാനുള്ളൊരു മനസ്സൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലത്തെ പ്രേയറും വൈകിട്ടും പിന്നെ ബൈബിൾ വായിക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ. ഇതിൻ്റെ ഒപ്പം ഞാൻ ഒരു കാര്യം പറയുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ച കൂടെ തന്നെ എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും എല്ലാവരും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ചേച്ചി ഇവിടെ വന്നിട്ട്, എനിക്ക് ആ ഖണ്ഡ ജപമാല റാലി പങ്കെടുക്കാൻ പറ്റിയില്ല. എൻ്റെ ചേച്ചി ഇവിടെ വന്നിട്ട്, എൻ്റെ ചേച്ചി സാധാരണ അത്ര നടക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ ചേച്ചി, ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു, ചേച്ചി ഇവിടെ നിന്ന് അർത്തുങ്കൽ വരെ നടന്ന് ആ ഖണ്ഡ ജപമാല റാലി സംബന്ധിച്ചു. അതെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലൊരു അനുഗ്രഹമായി മാറി. ഇനി എനിക്കും അത്, എൻ്റെ പ്രാർത്ഥന ഇപ്പോൾ അതാണ്, എനിക്കും അടുത്ത വർഷം എനിക്കും ഫാമിലിയായിട്ട് നടക്കാൻ പറ്റണം, അതിൽ സംബന്ധിക്കാൻ പറ്റണം എന്നാണ് ആഗ്രഹം. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ മുമ്പും, ഉടമ്പടിക്ക് മുമ്പ് ഞങ്ങൾ ചെറിയ രീതിയിലൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതിനോട് കുറച്ചുകൂടെ, മുമ്പ് 1-2 പേരെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു എല്ലാ മാസവും. ഇപ്പോൾ ഞങ്ങൾ അതിലോട്ട് ഒരാളെയും കൂടെ ആഡ് ചെയ്തു. പിന്നെ ഒരു അടുത്ത് തന്നെയുള്ളൊരു ഓർഫനേജ് ഉണ്ട്, ഈ മദർ തെരേസയുടെയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ എന്തെങ്കിലും പൈസയായിട്ടോ സാധനങ്ങളോ ഫുഡൊക്കെ ആയിട്ട് പറ്റാവുന്നപ്പോഴൊക്കെ ഞങ്ങളവിടെ പോയി കൊടുക്കും. പിന്നെ ഞാൻ ഫുഡായിട്ട് കൊടുക്കുന്നത് എല്ലാ ആഴ്ചയിലും 1-2 തവണ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഒരു എക്സ്ട്രാ ലഞ്ച് എടുക്കും. എന്നിട്ട് പോകുന്ന വഴിക്ക് എന്തായാലും ആരെങ്കിലും കാണും. കൂടുതലും ഒരു പെൺകുട്ടീനെ കാണുന്നത്, ആ കുട്ടിക്ക് എല്ലാ ആഴ്ചയിലും അത് കൊടുത്തിട്ട് 1-2 പ്രാവശ്യം അത് കൊടുക്കും. ഡെയിലി കൊടുക്കാനൊന്നും എൻ്റെ തിരക്ക് കൊണ്ട് പറ്റാറില്ല. പക്ഷേ ആഴ്ചയിൽ 1-2 തവണ ഞാൻ കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഇവിടുന്ന് കിട്ടുന്ന പത്രം, ആദ്യം ഞാൻ മലയാളം മാത്രമാണ് മേടിച്ചത്. പക്ഷേ മലയാളം പത്രം അവിടെ ഒരുപാട് പേര് കൊണ്ടുവന്ന് കൊടുക്കും. അതുകൊണ്ട് പിന്നത്തെ പ്രാവശ്യം തൊട്ട് ഞാൻ മലയാളവും തമിഴും ഇംഗ്ലീഷും വാങ്ങിക്കും. എന്നിട്ട് തമിഴ് മാസിനൊക്കെ പോയിട്ട് അത് കൊടുക്കും. പിന്നെ ഇപ്പോൾ വന്നിട്ട് ഞാൻ
ഉടമ്പടി പുതുക്കാനാണ് വന്നത്. ഇപ്രാവശ്യം ഞാനല്ല, എൻ്റെ ഹസ്ബൻഡാണ് ഉടമ്പടി പുതുക്കിയെടുത്തത്. ഞങ്ങളപ്പോൾ ഇതിൽ തന്നെ തുടർന്ന് ജീവിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. വേറെ എന്താ പറയുക, ഭൗതികമായ കുറേ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു ഭയങ്കരമായൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ആ കുട്ടിയും ഇതെടുത്തിട്ടുണ്ട്. അവൾക്കും എന്താ പറയുക, അനുഗ്രഹങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കണം എന്നാണ് ആഗ്രഹം. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. അതുപോലെ ഇതുപോലെ പറയാനുള്ളൊരു ഭാഗ്യം കിട്ടിയതിനും ഭയങ്കര നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്കിങ്ങനെ പറയാൻ പറ്റുമെന്ന്. ദൈവത്തിന് ഒരുപാട് നന്ദി. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം ലഭിച്ചതിന് തിരുക്കുമാരനും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലിബിൻ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ 12 2023 ഞാൻ മെയിനായിട്ട് എടുത്തത്, ഞാൻ 3-4 കൊല്ലമായിട്ട് ജോലിക്ക് ട്രൈ ചെയ്യായിരുന്നു. പക്ഷെ ജോലി കിട്ടുമായിരുന്നു, പക്ഷെ അത് ഷട്ട് ഡൗൺ ജോബാണ്. അതും GCC കൺട്രിയിൽ ലഭിക്കേണ്ടായിരുന്നത്. ഞാൻ പഠിച്ചത് സേഫ്റ്റി ഓഫീസറിൻ്റെ സേഫ്റ്റിയുടെ കോഴ്സാണ്, HSC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിൽ കിട്ടണമെങ്കിൽ മിനിമം 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ പോയാലും വേണം. അപ്പോൾ ഷോർട്ട് ടൈമിലാവുമ്പോൾ ഒരു 3 ഷട്ട് ഡൗണോ അങ്ങനെയൊക്കെ മതി. അപ്പോൾ ഞാൻ ആദ്യം 3 ഷട്ട് ഡൗണാണ് പോയത്. അത് കഴിഞ്ഞിട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവുക, ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് നാട്ടിലേക്ക് വരും, പിന്നെ ഒരു 3 മാസം ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെ ഒരു സ്ഥിരത ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മമ്മിയും പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഏകനലും അവനാണ് പറഞ്ഞത്, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഉടമ്പടി എടുത്തു. 6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതും ലോങ് ടൈമാണ്. ലോങ് ടൈമിന് അപ്പോൾ എങ്ങനെ പോയാലും 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഓയിൽ ആൻഡ് ഗ്യാസിൽ തന്നെ വേണം. അപ്പോൾ ഞാനന്ന് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇൻ്റർവ്യൂ എത്തുമ്പോൾ വരെയും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പാസ്പോർട്ടിൽ ലേശം ഇവിടുന്ന് തന്ന ഉപ്പും പിന്നെ തൈലം ഞാൻ നെറ്റിയിലും ചുണ്ടത്തും ഇങ്ങനെ പൂശിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അപ്പം തന്നെ ആ സാർ ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഞാനതിന് ഉത്തരം പറഞ്ഞു. പക്ഷേ അതെനിക്ക് മര്യാദയ്ക്ക് ആളെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്നാലും ഞാൻ എന്തൊക്കെയോ എൻ്റെ അറിവിലനുസരിച്ചും എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഞാൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ആ സാറിനൊരു കോൾ വന്ന ആളാകെ ഡിസ്ട്രാക്റ്റായിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴത്തേക്കും ഒരു 2-3 സെൻറ്റൻസ് പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെയും ഒരു സാറ് വന്നിട്ട്, വേറൊരു എക്സ്റ്റേണിൽ നിന്ന് ഒരു സാറ് വന്നിട്ട് ഡോർ തുറന്ന് ആൾ പിന്നെയും ഡിസ്ട്രാക്റ്റായി. അപ്പോഴത്തേക്കും ഞാനൊരു 3-4 സെൻറ്റൻസ് പറഞ്ഞു. അപ്പോഴത്തേക്കും സാർ എന്നോട് ചോദിച്ചു, ഇൻ്റർവ്യൂ എടുത്ത സാർ എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ എക്സ്പെക്റ്റഡ് സാലറി എന്ന്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഞാനിത് സെലക്റ്റഡ് ആയെന്ന്. എന്നിട്ട് അതെനിക്ക് ഉറപ്പാണത് കൃപാസനത്തിൽ നിന്നും ഉടമ്പടി എടുത്തുകൊണ്ടും കൃപാസന മാതാവിൻ്റെ കൂടെയുള്ളതുകൊണ്ടുമാണ് എനിക്കത് ലഭിച്ചതെന്ന്. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു 2 ആഴ്ചയ്ക്കുള്ളിലാണ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരിക. അപ്പോൾ ലോങ് ടൈമിന് പോകുമ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് ഇപ്പോൾ സർവീസ് ചാർജ് ഉണ്ടാവും. അപ്പോൾ അവർ കൂടുതൽ സൗദിക്ക് അവർ പറഞ്ഞത് 40 to 60 ഏതെങ്കിലും ഒരു സർവീസ് ചാർജ് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലോങ് ടൈമായി നമ്മളത് കൊടുക്കാനും ഒരു തീരുമാനത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓഫർ ലെറ്ററൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു, നിങ്ങൾക്കിത് ഫ്രീ ചാൻസാണ്, നിങ്ങൾ വെറുതെ മെഡിക്കലിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ടിക്കറ്റും ഫുഡും എല്ലാം ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കമ്പനി വകയാണ്, ഇൻഷുറൻസും വിസയുടെയും എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഞാൻ ഈ സേഫ്റ്റിയുടെ കോഴ്സ് പഠിക്കുമ്പോൾ ഞാൻ ഇവിടെ ആലപ്പുഴ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ എക്സാമിൻ്റെ 3 എക്സാമാണുള്ളത്, IGC 1, 2, 3. അങ്ങനെ 1 എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അത് എറണാകുളം അബാദ് പ്ലാസയിലായിരുന്നു എക്സാം. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ എക്സാമിൻ്റെ ഡേറ്റ് ഞങ്ങളുടെ സാർക്കും കൺഫ്യൂഷനായി. ഞാനിവിടെ വന്ന് എക്സാമിൻ്റെ തലേദിവസം ഇവിടെ കുർബാനയ്ക്ക് വന്നു. അപ്പോൾ അവർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ടാണ് എക്സാം, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, പഠിക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് 2 മൊഡ്യൂള് എനിക്ക് കവർ ചെയ്യാണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവിടെ വന്നപ്പോൾ പറഞ്ഞു, എടാ എക്സാം നാളെയാണ് ഡേറ്റ്, ഞാൻ തെറ്റി പറഞ്ഞാന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലാകെ വിഷമമായി. ഇനി 2 ഇത് പഠിക്കാനുണ്ട്. എന്നിപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു സപ്ലി വന്നു കഴിഞ്ഞാൽ ഇത് ഒരു വിഷയം എടുക്കാൻ തന്നെ 15,000 രൂപയാണ് ഒരു വിഷയം പോയി കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്നിട്ട് എങ്ങനെയെങ്കിലും അവിടെ വെച്ചിട്ട് എക്സാമിന് എഴുതി പോയി. എനിക്ക് ഉറപ്പായിരുന്നു എനിക്കത് പാസ്സാവില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് 60 ദിവസം കഴിഞ്ഞാലാണ് റിസൾട്ട് വരിക. റിസൾട്ട് വന്നപ്പോൾ മെയിലിൽ നോക്കിയപ്പോൾ അത് ഞാൻ ജയിക്കാൻ വേണ്ടത് 45 മാർക്കാണ് 100-ൽ.
എനിക്കതിൽ 46 മാർക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊജക്റ്റിൻ്റെ റിസൾട്ട് വന്നു. അത് ജയിക്കാൻ 100-ൽ 60 മാർക്ക് വേണം. അപ്പോൾ അതിലെനിക്ക് 61 മാർക്ക് കിട്ടി, എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഞാനിപ്പോൾ 2 മാസമായിട്ടാണ് ഇപ്പോൾ ഖത്തറിൽ നിന്ന് വന്നത്. അപ്പോൾ എനിക്ക് പഠിച്ച ജോലിയല്ല അവിടെ കിട്ടിയത്. ഞാൻ അവിടെ സേഫ്റ്റി വാച്ചിൻ്റെ കോഴ്സായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സേഫ്റ്റി ഓഫീസറിൻ്റെ അസിസ്റ്റൻറ്റ് പോലെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്തായിരുന്നു ഇവിടെ ജപമാല റാലി ഉണ്ടായിരുന്നത്. അപ്പോൾ പപ്പയും മമ്മിയും ഇവിടെ ജപമാല റാലിയിൽ പൂർണ്ണമായിട്ട് പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ ക്ലൈൻറ്റ് എന്നോട് ചോദിച്ചു ആരൊക്കെയാണ് ക്ലൈൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഖത്തറിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ നടത്തിയത് ക്ലൈൻ്റായിരുന്നു. ഒരു അറബിയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആരെടുത്ത് എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ മാത്രം അതിൽ നിന്ന്, എൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു, അന്ന് എന്നെ മാത്രം എടുത്ത് ERT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈൻറ്റ് സൈഡിലേക്ക് മാത്രമാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്ലൈൻറ്റിന് എപ്പോഴൊക്കെയാണ് ആവശ്യമുള്ളത് ആ ടൈമിൽ മാത്രം എനിക്ക് അവരുടെ കൂടെ ജോബിന് പോയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആയിട്ടുള്ള ജോബൊന്നുമില്ല. എന്ന് വെച്ചാൽ ഓയിൽ ആൻഡ് ഗ്യാസ് എല്ലാവർക്കും അറിയാലോ, ഗ്യാസും അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊന്നും എനിക്ക് മര്യാദയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ എല്ലാ ഹാംഫുൾ ആയിട്ടുള്ള ഒറ്റ കാര്യത്തിൽ എനിക്ക് പോകാണ്ട് ക്ലൈൻറ്റിൻ്റെ കൂടെ സേഫായിട്ടുള്ള ജോബുകളും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുക്കണേക്കാളും മുമ്പ് എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവും. 3 മാസം 4 മാസം കൂടുമ്പോഴുള്ള കുമ്പസാരം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പള്ളിയിലിരുന്ന് ബാക്കിലിരുന്ന് വർത്തമാനം പറയുക, ഫോൺ യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്ത് ഡിസംബർ 12-ാം തീയതി തൊട്ട് ഇന്നുവരെയും ഞാൻ പള്ളി പോക്ക് മുടക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം,